ജനഹിതത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വാർദ്ധക്യകാല സമ്പാദ്യമായ NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. 2026 ജനുവരി മുതൽ PFRDA NPS-ൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ബാധകമായി ഈ പുതിയ നിയമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക. ആദ്യത്തെ വലിയ മാറ്റം NPS അക്കൗണ്ടുകളുടെ തരംതിരിക്കലാണ്. ഇതുവരെ എല്ലാവരും കോർപ്പറേറ്റ് എന്ന ഒറ്റ വിഭാഗത്തിലാണ് കൂട്ടിയിരുന്നത്. എന്നാൽ ഇനി മുതൽ ഇത് രണ്ട് ഭാഗമാകും. ഒന്ന്, സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ അഥവാ ഗവൺമെന്റ് എൻറ്റിറ്റീസ്. രണ്ട്, സ്വകാര്യ കമ്പനികൾ അഥവാ ലീഗൽ എൻറ്റിറ്റീസ്. KCB അല്ലെങ്കിൽ KSRTC പോലുള്ള സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇനി മുതൽ ഗവൺമെന്റ് സെക്ടർ മോഡലിലേക്ക് മാറും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളവർക്ക് NPS അക്കൗണ്ടിനായി സർവീസ് ചാർജ് അഥവാ POP ചാർജ് നൽകേണ്ടി വരില്ല എന്നതാണ്. ഇനി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യം നോക്കാം. നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി NPS അക്കൗണ്ട് എടുത്ത ആളാണെങ്കിൽ വർഷം തോറും നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ 0.2% സർവീസ് ചാർജായി നൽകണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ വർഷം 2000 രൂപ ചാർജായി പോകും. ഇത് ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലെ യൂണിറ്റുകൾ കുറച്ചുകൊണ്ട് ഈടാക്കും. എന്നാൽ ഒരു വർഷമായി അക്കൗണ്ടിൽ പണമൊന്നും ഇടാത്തവർക്ക് ഈ ചാർജ് ഈടാക്കില്ല എന്നൊരു ആശ്വാസവുമുണ്ട്. രണ്ടാമത്തെ പ്രധാന മാറ്റം പെൻഷൻ വാങ്ങുന്ന സമയത്താണ്. 60 വയസ്സ് കഴിഞ്ഞാൽ ഇതുവരെ മൊത്തം തുകയുടെ 60% മാത്രമേ നമുക്ക് കയ്യിൽ കിട്ടുമായിരുന്നുള്ളൂ. ബാക്കി 40% നിർബന്ധമായും പെൻഷൻ പദ്ധതിയിൽ ഇടണമായിരുന്നു. എന്നാൽ 2026 പുതിയ നിയമപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ 80% തുക വരെ ഒന്നിച്ച് കയ്യിൽ വാങ്ങാം. ബാക്കി 20% മാത്രം പെൻഷനായി മാറ്റിവെച്ചാൽ മതി. ഇത് സാധാരണക്കാർക്ക് വലിയൊരു സഹായമാണ്. മറ്റൊരു സന്തോഷ വാർത്ത അക്കൗണ്ടിൽ കുറഞ്ഞ തുകയുള്ളവർക്കാണ്. നിങ്ങളുടെ NPS അക്കൗണ്ടിൽ 8 ലക്ഷം രൂപയോ അതിൽ താഴെയോ മാത്രമേ ഉള്ളതെങ്കിൽ ആ പണം മുഴുവനായി ഒന്നിച്ച് പിൻവലിക്കാം. പെൻഷൻ പദ്ധതിയിൽ പണം ബാക്കി വെക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഇത് 5 ലക്ഷം രൂപയായിരുന്നു. ഇനി 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഉള്ളവർക്കാണെങ്കിൽ 6 ലക്ഷം രൂപ ഒന്നിച്ചു വാങ്ങാം. ബാക്കി തുക പെൻഷനായോ അല്ലെങ്കിൽ അടുത്ത 6 വർഷത്തേക്ക് മാസാമാസം കിട്ടുന്ന രീതിയിലേക്കോ മാറ്റാം. അതുപോലെ തന്നെ പണം പിൻവലിക്കുന്ന കാര്യത്തിലും മാറ്റമുണ്ട്. 60 വയസ്സിന് മുൻപ് അടിയന്തര ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കാൻ ഇനി 4 തവണ അവസരം നൽകും. നേരത്തെ ഇത് 3 തവണ മാത്രമായിരുന്നു. ഓരോ തവണ പിൻവലിക്കുമ്പോഴും 4 വർഷത്തെ ഇടവേള വേണം. കുട്ടികളുടെ വിവാഹം, ചികിത്സ, വീടുപണി എന്നിവയ്ക്കായി നിങ്ങളുടെ വിഹിതത്തിന്റെ 25% വരെ ഇങ്ങനെ പിൻവലിക്കാം. അക്കൗണ്ട് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി 85 വയസ്സ് വരെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാതെ കൊണ്ടുപോകാം. പഴയ നിയമത്തിൽ ഇത് 75 വയസ്സായിരുന്നു. അതുകൊണ്ട് പെൻഷൻ തുക ഇപ്പോൾ വേണ്ട എന്നുള്ളവർക്ക് കൂടുതൽ കാലം പണം നിക്ഷേപിക്കാനും ലാഭം കൊയ്യാനും സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 മാർച്ച് 27-നകം നിങ്ങളുടെ സ്ഥാപനം ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് ആണോ എന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ NPS പോർട്ടൽ വഴിയോ ഇത് ഉറപ്പുവരുത്തുക. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ പെൻഷൻ തുകയെ ബാധിക്കുന്നതാണ്. അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും മറക്കരുത്. പാസ്വേഡുകളോ OTPയോ ആർക്കും കൈമാറരുത്. സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.